വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ് റിസ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് LC300, ഇന്ത്യയിലെ ആദ്യമായിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത LC300 ആണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ 2 എപ്പിസോഡ് ലാൻഡ് ക്രൂസറിൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചായിരുന്നു. LC300 ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള LC300 കൺവേർഷൻ, അതും കേരളത്തിൽ നമ്മുടെ സ്വന്തം മലപ്പുറത്ത് ഓൺ റോഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു വെഹിക്കിളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? കംപ്ലീറ്റ് LC300 എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈവൻ സൈഡ് പോർഷൻസ് വരെ നമ്മുടെ ടിൻഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനേഴ്സും LC300 എങ്ങനെയാണോ വരുന്നത് അതേ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ വൈറ്റ് കളർ കൂടി വന്നപ്പോൾ വണ്ടീൻ്റെ ലുക്ക് അതിഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്കും ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു എൻ്റയർ പോർഷൻ, ഫ്രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിളിൻ്റെ ഹുഡ് മാറി, അതായത് ബോണറ്റ് മാറി, 2 ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്. LC300 ഈ ഒരു ഐസ് ക്യൂബ് ടൈപ്പ് വരുന്ന ഈ ഒരു ഹെഡ് ലാമ്പ്, അത് LC300 ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്ന ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ ഒരു ഗ്രില്ല് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ബമ്പർ എൻ്റയർ ആയിട്ട് ഈ ഒരു ഭാഗം മൊത്തം മാറി. ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫ്രണ്ടിൽ കാര്യമായിട്ട് ഈ ഒരു വെഹിക്കിളിന് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ LC200 ചെയ്യുകയാണെങ്കിലും നമ്മൾ അതേ രൂപത്തിൽ തന്നെയാണ് ചേഞ്ച് ചെയ്യുക, പക്ഷേ അതിൻ്റെ പാർട്സിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ. പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ 20 ഇഞ്ച് അലോയ്സ് ആണ്. അലോയ്സ് വേറെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. നോർമലി 2010, 2013 വെഹിക്കിളിനൊക്കെ സ്റ്റോക്ക് വീൽസ് ആയിട്ട് 18 ഇഞ്ചൊക്കെയാണ് നോർമലി വരാറ്. ഇതിന് ഓൾറെഡി അപ്ഗ്രേഡർ ആണ് ഈ ഒരു വീല്. 20 ഇഞ്ച് ഇതിന് മെഷ്ലിൻ ടയേഴ്സ് ആണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അലോയ് വീൽസിൻ്റെ പാർട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് പോർഷൻ നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സൈഡ് പോർഷനിൽ ഇല്ല എങ്കിൽ പോലും ഈ ഒരു ഡോറ്, അതുപോലെ തന്നെ റിയർ ഡോറ്, ക്വാർട്ടർ പാനൽ കാര്യങ്ങളൊക്കെ LC200 വന്ന സെയിം തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ ഓൾറെഡി LC200 ഇവരൊരു ക്യാരക്ടറിൻ്റെ ലൈന് വരുന്നുണ്ട്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു പോർഷൻസും കാര്യങ്ങളൊന്നും LC200 വരുന്നില്ല. 300 ഡിസൈനിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒരു എലമെൻ്റൊക്കെ അവിടെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീലാർച്ചിൻ്റെ ഈ ഒരു ഡിസൈന് ഇവിടെയും ഒരു ലൈൻസ് കയറി വരുന്നുണ്ട്. ആ ഒരു പോർഷൻസ് ഈ ഒരു വീലാർച്ച് നമ്മൾ എക്സ്ട്രാ ഈ ഒരു കിറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ വീലാർച്ച് കാര്യങ്ങളൊക്കെ കാണാം. LC300 നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സൈഡ് പ്രൊഫൈലും കൂടെ പക്ക പെർഫെക്റ്റ് ആണെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനേഴ്സും അതുപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സും കൂടി അവരുടെ എഫേർട്ടാണ് ഈ ഒരു സൈഡിലും കൂടി നമുക്ക് കാണാനുള്ളത്. അപ്പോൾ സൈഡ് പോർഷൻസ് പറയുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പക്ക ഒരു LC300 അതേ പെർഫെക്ഷൻ തന്നെ ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡ്, ബാക്ക് സൈഡ് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് LC300 ബാക്ക് സൈഡ് വരുന്നത്. 300 എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത LC300. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിക്കി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റയർ ആയിട്ട് ഈ ഒരു ഡിക്കിൻ്റെ പോർഷൻ മാറിയിട്ടുണ്ട്. ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഇങ്ങനെയാണ് ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ്, 2 ടെയിൽ ലാമ്പും മാറി. അതുപോലെ തന്നെ ബമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റയർ ആയിട്ട് ഇതിൻ്റെ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും ലാൻഡ് ക്രൂസർ പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഒക്കെ നമ്മൾ എയർ ചെയ്ത ഉടനെ തന്നെ ഒരുപാട് എൻക്വയറീസ് LC300 കൺവേർഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും, നമ്മൾ ഒരുപാട് LC200 ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായി LC300 കൺവേർഷനെ കുറിച്ച് അന്വേഷിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു നെക്സ്റ്റ് മന്തിൽ നമുക്ക് ഒരു LC300 ഒരു പ്രൊജക്റ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും നമ്മൾ ഈ ഒരു ചാനലിലൂടെയും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൺവേർഷൻസ്, അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിംഗ്, ഫുൾ ബോഡി പെയിൻറ്റിങ്, ബോഡി വർക്ക്സ്, ഇൻഷുറൻസ് ക്ലെയിം എന്തിനും നമുക്ക് ഓൺ റോഡിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ടോട്ടലി LC300 അടിമുടി മാറിയിട്ടാണ് വന്നതെങ്കിലും നമുക്ക് പോസിബിളാണ് LC300ലേക്ക് 2010 മുതലുള്ള ഏതൊരു LC200ഉം നമുക്ക് ലാൻഡ് ക്രൂസർ 300ലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഒരു വെഹിക്കിള്.
അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ ഈ ഒരു വെഹിക്കിൾ ക്ലീൻ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ ചെറിയ ഇൻറ്റീരിയർ പാനൽ പെയിൻറ്റിങ് കാര്യങ്ങൾ മാത്രമേ ഈ വെഹിക്കിൾ ചെയ്തിട്ടുള്ളൂ. സ്റ്റിയറിംഗ് വീൽ ഓൾറെഡി ഈ 2020 വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിളിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ലാൻഡ് ക്രൂസർ 300 LC 300ൻ്റെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള അതും നമ്മുടെ കേരളത്തിലാണ് ചെയ്തിട്ടുള്ളത് LC 300. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ ദിസ് ഈസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.